എല്ലാ സ്നേഹിതർക്കും നല്ല നമസ്കാരം. വെമ്പനോൽ വൈബ്സ് ടു യു എന്ന പുതിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചാനലിലൂടെ കാലിക പ്രസക്തമായ നിരവധി വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ താല്പര്യപൂർവ്വം ഈ വീഡിയോ ശ്രദ്ധിക്കുകയും ഇതിനു വേണ്ടുന്ന എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മുടെ കൊച്ചു കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ വാർത്താ ദൃശ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ സുന്ദരമായ വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ എത്ര ദാരുണമായിട്ടാണ് അവിടെ ഉരുൾപൊട്ടലും പേമാരിയും ഒക്കെ കടന്നു വന്നിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തോന്നുന്നു. ഉരുൾപൊട്ടൽ വിഴിഞ്ഞ ആ ദേശം പ്രതിസന്ധിയിൽ ആയിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദുരന്തം തകർത്തടിച്ച മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകൾ തീർത്തും നാമാവിശേഷമായി തീർന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുവാനിടയായി തീർന്നത്. ഈ ദുരന്ത മേഖലയിൽ 6750 പേരാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ മൊത്തത്തിലുള്ള ജനസംഖ്യ അത്രയുമാണ്. ആകെയുള്ള ജനസംഖ്യയിൽ ഇനിയും ക്യാമ്പുകളിൽ എത്താത്തവരായിട്ട് 750 പേരുണ്ടെന്ന് പറയപ്പെടുന്നു. ചൂരൽമല വാർഡിൽ മാത്രം 3000 പേരാണുള്ളത്. ആ 3000 പേരാണ് നശിച്ചത്. അതിൽ 600 വീടുകൾ കാണാതായിട്ടുണ്ട്. 135 പേരെ ഇനിയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. മുണ്ടക്കൈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 1250 പേരാണ് ഉള്ളത്. ഇപ്പോൾ ക്യാമ്പിൽ 500 പേര് മാത്രമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 540 വീടുകൾ അവിടെ നശിച്ചിട്ടുണ്ട്. ഇനി അവിടെ ഉള്ളത് 21 വീടുകൾ മാത്രമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 65 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 35 പേരെ മാത്രമേ കണ്ടെത്താനായിട്ട് കഴിയുന്നുള്ളൂ എന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. അതുപോലെ എട്ടമല വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 2500 ആളുകളാണുള്ളത്. അത്രയും ആളുകൾ ഉള്ള സ്ഥലത്ത് നശിച്ചത് 68 വീടുകളാണ്. കാണാതായത് 12 പേരെയാണ്. അപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ 348 കെട്ടിടങ്ങൾ നശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വീടുകളും സ്ഥാപനങ്ങളും കൂടാതെ തോട്ടങ്ങളിൽ താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട്. 3700ഓളം ഏക്കർ കൃഷിയാണ് കൃഷിയിടങ്ങളാണ് അവിടെ ഒലിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നത്. 850 കർഷകരുടെ വസ്തുവകകൾ നശിച്ചു പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. രക്ഷാദൗത്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചിത്രം നമ്മൾ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കരസേനയുടെ ആളുകളുണ്ട്, NDRFന്റെ ആളുകളുണ്ട്, മറ്റു സുരക്ഷാ സേനകൾ, നാവികസേന, ഫയർഫോഴ്സ്, കേരള പോലീസ്, തമിഴ്നാടിൻ്റെ ഫയർഫോഴ്സ് ഉണ്ട്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടീമുണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, ടെറിട്ടോറിയൽ ആർമി ഉണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഇവിടുത്തെ സുരക്ഷ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ യാത്രാ തടസ്സമായി വലിയൊരു പ്രതിസന്ധി, പുഴ കടക്കുവാനായിട്ട് കഴിയാതെ വലിയ പ്രതിസന്ധികളിലായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾ. എന്നാൽ ഇന്നലെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ പട്ടാളത്തിൻ്റെ സഹായത്തോടെ അവിടെ ഒരു ബെയിലി പാലം താൽക്കാലികമായി ക്രമീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് അതൊരു വലിയ ആശ്വാസമാണ്. അതിലൂടെ ട്രക്കുകളും മറ്റ് സാധന സാമഗ്രികളുമെല്ലാം ഈ സ്ഥലങ്ങളിൽ ദുരിതമായ മേഖലയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത് നമ്മൾ കാണാനായിട്ട് ഇടയായി തീർന്നു. ഈ പ്രദേശങ്ങളൊക്കെ വളരെ തീവ്രമായ മഴയാണ് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അതിതീവ്രമായ മഴയും ഉരുൾപൊട്ടലും ഒക്കെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ പ്രവചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു.
കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ഈ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല തുടങ്ങിയുള്ള ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ഉരുൾപൊട്ടൽ, മഴ മുന്നറിയിപ്പുകൾ മുൻകൂട്ടി ലഭിച്ചിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഒരു ഉരുൾപൊട്ടലിന്റെ സാധ്യതയെക്കുറിച്ച് കൃത്യമായ പ്രവചനങ്ങളൊന്നും മുൻകൂട്ടി ലഭിച്ചിരുന്നില്ല എന്നാണ് പറയാനിടയായിട്ടുള്ളത്. ഏതായാലും വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം സാധ്യമായ നിലയിൽ സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാദേശികമായിട്ട് ആർക്കൊക്കെ അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുമോ അവരെല്ലാം, സന്നദ്ധ സംഘടനകൾ പല നിലകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം. ദുരിതബാധിതരായിട്ടുള്ള ആളുകളുടെ മരിച്ച വ്യക്തികളുടെ കുടുംബങ്ങളുണ്ട്, അവരെ ആശ്വസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പുനരധിവാസം സാധ്യമാകണം. ഇപ്പോൾ താൽക്കാലികമായി അവരെല്ലാം റെഫ്യൂജി ക്യാമ്പുകളിലേക്കാണ് മാറ്റുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ അതിനുശേഷം അവർക്ക് കൃത്യമായ താമസിക്കാൻ പാർപ്പിടമില്ലാത്തവരുണ്ടാവും. അവർക്ക് പാർപ്പിടത്തിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാകണം. അടിസ്ഥാനപരമായ മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് പുനരധിവാസത്തിന് ഒരു സാധ്യത ഉണ്ടാകുന്നവരെ താൽക്കാലികമായിട്ട് അവർ ക്യാമ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ അവർക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണം. അത് സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെ എല്ലാം കൃത്യമായ ഇടപെടലിലൂടെ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട്, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കൃത്യമായ ശുചിത്വം അവിടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. രോഗങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പാക്കണം. ആളുകളെല്ലാം കൂട്ടത്തോടൊക്കെ താമസിക്കുമ്പോൾ സംക്രമമായിട്ടുള്ള മറ്റു രോഗങ്ങളോ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വരെ ആളുകൾ മുന്നോട്ട് തയ്യാറായി വന്നത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. പ്രായാധിക്യത്തിലുള്ളവരുണ്ട്, പലതരത്തിലുള്ള രോഗത്തിൻ്റെ പിടിയിലുള്ളവരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ കിടക്കയിലായിരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യരാണ്. അവരെ ആരും കണ്ടില്ലെന്ന് നടിക്കരുത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവന് കൃത്യമായ ഇടപെടലുകളൊക്കെ ലഭിക്കണം. അവർക്കിപ്പോൾ ഒരു സാന്ത്വനമാണ് ആവശ്യമായിരിക്കുന്നത്, നല്ല വാക്ക്. അപ്പോൾ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാമഗ്രികൾ ഒരുപാട് സംഘടനകൾ സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇപ്പോൾ അടിയന്തരമായി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഏറെക്കുറെ അവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നവരോട് അവിടെ നിർത്തരുത്. എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതിനപ്പുറമായിട്ട് ഇനി അവരൊരു പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആവശ്യമാണ്. ബോച്ചെ 100 വീടുകൾക്കുള്ള ഭൂമി കൊടുക്കുന്നതായിട്ട് ഇന്ന് കേൾക്കാനായിട്ട് ഇടയായത് നല്ല കാര്യമാണ്. അങ്ങനെ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് പല ആളുകൾ വരുന്നു. അതെല്ലാം കൃത്യമായി നടപ്പിലാക്കാനായിട്ട് കഴിയട്ടെ. സാമ്പത്തികമായി സഹായിക്കുന്ന പല സെലിബ്രിറ്റീസ് ഉണ്ട്, നല്ല കാര്യമാണ്. ചെറിയ എമൗണ്ട് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ വിവിധ നിലകളിൽ സാമ്പത്തികമായിട്ട് സഹകരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നതെല്ലാം വളരെ മാക്സിമം ചെയ്ത് ആ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള നല്ല നടപടികളിലൊക്കെ കൃത്യമായി ചെയ്ത് ആ ദേശത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളും വളരെ ഉത്സാഹത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ ഇത്തരണത്തിൽ ഈ വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള വൈബുകൾ നൽകുവാനും അതുപോലെയുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും കൂടിയാണ് ഈ ഒരു ചാനൽ ആരംഭിക്കാനായിട്ട് തുടർന്ന് നിശ്ചയമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയും ഇത് ഷെയർ ചെയ്യുകയും അതിന് വേണ്ടുന്ന അടിയന്തരമായിട്ട് ആ ദേശത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാമഗ്രികൾ, വൈദ്യസഹായങ്ങൾ, മറ്റ് അടിസ്ഥാനപരമായ വികസനങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ എല്ലാം ക്രമീകരിക്കേണ്ടതെന്ന് എല്ലാം കൃത്യമായ നിലയിൽ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കട്ടെ. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.